സത്യത്തിൽ ഞാൻ കുടുക്കി കേട്ടോ, അതാണ് എന്റെ പള്ളൊക്കെ ഫുള്ളായി. ഹായ്, അസ്സലാമു അലൈക്കും. കാക്കോ എന്താ പരിപാടി? ഇനി നമ്മള് പാനിപൂരി ചലഞ്ച് നടത്താൻ പോവാണ്. കഴിഞ്ഞൊരു മത്സരത്തില് ഞാനാണ് വിജയിച്ചത്. ഈ മത്സരത്തില് ഓള് വിജയിക്കാന്നാണ് പറയണത്. അപ്പൊ നമ്മക്കൊന്ന് നോക്കാം. കാരണം എന്താ? കാരണം തീറ്റയുടെ കാര്യത്തിൽ ഞാനാട്ടോ മുന്നില്, കാക്ക കുറച്ച് ബാക്കിക്കാണ്. തീറ്റയില് നമ്മള് കുറച്ച് മോശമാണ്, എന്നാലും ഇതില് നമ്മളൊരു കൈ നോക്കും. അതെനിക്ക് തോന്നണില്ല. എന്തായാലും തീറ്റയുടെ കാര്യത്തിൽ ഞാനാ കുറച്ച് മുമ്പിൽ. അപ്പൊ ഞാൻ തന്നെ മിക്കവാറും ജയിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്താ പറയാ, ഞങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീറ്റയിലാണ് കൂടുതൽ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ ഈ ചലഞ്ചിന്റെ റൂൾസ് എന്ന് പറയുന്നത്, ഇതില് നമ്മള് 4 ഐറ്റം വെച്ചിട്ടുണ്ട്. ആ 4 ഐറ്റം പാനിപൂരി നമ്മൾ എങ്ങനെയാണോ സാധാ സെറ്റ് ചെയ്യണത് അതുപോലെ സെറ്റ് ചെയ്തിട്ട് വേണം 4 ഐറ്റം ഫില്ല് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അങ്ങനെയല്ല ഏതെങ്കിലും ഒന്ന് കമ്മിയായി കഴിഞ്ഞാൽ അത് പരിഗണിക്കൂല. അങ്ങനെയാണ് മത്സരം. നമ്മൾ ഒരു പ്ലേറ്റില് 30 വെച്ചുകൊണ്ട് 30 ഇങ്ങനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ടൈമർ 5 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇത് എല്ലാം ഫില്ല് ചെയ്ത് കഴിക്കണ പോലെ ആരാണോ ഓരോക്കാണ് ഫസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ അത് എന്താ പറയാ, അങ്ങനെയുള്ള ആയതുകൊണ്ട് ഞാൻ ജയിച്ചു എന്നാണ് ഓള് പറഞ്ഞത്. അപ്പോൾ ഓള് ഫുഡിന്റെ ആളാണ്. അപ്പോൾ ഓക്കെ എന്ത് ചെയ്ത് ഇന്ന് ഇങ്ങനൊരു ചലഞ്ച് നമ്മള് വെച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും ഓള് കൊണ്ടുപോകുന്ന പറയണേ. ഞാൻ പറയണേ ആരായിരിക്കും ജയിക്കുക? ഞാനാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിന് എന്താ സമ്മാനം? സമ്മാനമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് പാനിപൂരി പൊട്ടി കഴിഞ്ഞാല് അത് അസ്വാദമാവും കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അങ്ങനല്ലോ ഇത് കേട്ടോ ഞാനുണ്ട്. ചെറുച്ചോള അല്ലേ പോണില്ല. എന്ത് രസമുള്ള സാധനം. അങ്ങനെ തിന്നുമ്പോ രസം തോന്നുന്നുണ്ടോ? ഇത് വരാത്ത ടേസ്റ്റ് കേട്ടോ. ഞാൻ വേണ്ടി വരില്ല. നല്ല പൊട്ടിച്ചിട്ട് ബാക്കി സാധനം പനി. എക്സ്റ്റെൻഡ് ആണോ? ഞാൻ തിന്നേ.
അതിന് പോകും. നല്ല വെള്ളം അറിയില്ല, എനിക്ക് വെള്ളം പിന്നെയോ ടൈമുണ്ട് എല്ലാം നിങ്ങളും നോളി കഴിയുന്നത്ര കഴിക്കും. ആദ്യത്തെ സ്പീഡ് തരാം. അപ്പൊ മതി അങ്ങനത്തെ തലവേദന തിന്നാൻ പറ്റുന്ന കുഞ്ഞു തോന്നി അത് ഫുള്ള് ഇറക്കിയിട്ട് പിന്നെ ആദ്യത്തെ തോന്നി. ടൈം കഴിഞ്ഞാ 4:10 കഴിഞ്ഞിട്ടില്ല വാങ്ങി. അപ്പൊ നമ്മളെ ചലഞ്ച് എത്ര മിനിറ്റിലാണ് കട്ടായത്? 4:10 നമ്മളെ ചലഞ്ച് അവസാനിച്ചത്. 5 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞില്ല. 5 മിനിറ്റ് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ല. ഛർദിക്കാനൊക്കെ വരും. പോയി. നമ്മള് ചോറ് തിന്നിട്ടാണ് ഇപ്പൊ ഈ ചലഞ്ച്. അങ്ങനത്തെ ചലഞ്ചൊക്കെ ചെയ്യുമ്പോ പട്ടിണി കിടന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണം. അപ്പൊ സംഭവം എന്താ അറിയോ? അപ്പൊ എന്റെ തീരെ നീങ്ങിച്ചില്ല കേട്ടോ. നിങ്ങളുടെ എത്ര? 2, 4, 6, 8, 10, 12, 14, 16, 17, 20. 20. അപ്പൊ ഞാൻ 10 എണ്ണാണ് കഴിച്ചത്. 5, 10, 15, 17. 17 ബാക്കിയുണ്ട്. അപ്പൊ 13 എണ്ണം കഴിച്ചു. അപ്പൊ ഞാനാണ് കേട്ടോ ജയിച്ചത്. കരുതിനെ നമ്മളെ കാക്കുവിനെ ജയിച്ചിട്ടുണ്ട്. സമ്മാനമൊന്നും ഇല്ലാത്തോണ്ട് ഞാന് എന്റെ ചലഞ്ച് നമ്മൾ നടത്തി. 2 ഓളെ പറഞ്ഞിട്ടാണ് നമ്മൾ നടത്തിയത്. പക്ഷേ എന്ത് ചെയ്ത് 2ലും ഓള് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്തൊരു ചലഞ്ച് ആയിട്ട് പക്ഷെ വേറൊരു സംഭവം കേട്ടോ. കഴിക്കാൻ പൊതുവെ കാക്കു ബാക്കിക്കാണ്. അപ്പൊ സംഭവം ഇങ്ങനത്തെ ചലഞ്ചിന്റെ ചെയ്താൽ മതി. അപ്പൊ എന്നും അപ്പൊ എപ്പോഴും കഴിച്ചോളൂ അല്ലേ? അതപ്പോ നല്ലത്. നല്ലത് അതാണ്. ഇപ്പൊ സത്യത്തിൽ ഞാൻ കുടുക്കി കേട്ടോ. കാരണം എന്റെ പള്ളൊക്കെ ഫുള്ളായി. ഇനി 2 ദിവസത്തിനൊന്നും വേണ്ടാന്ന് തോന്നണേ. അപ്പൊ ഭയങ്കര തലവേദന. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ പാനിപ്പൂരി. പക്ഷെ എങ്കിലും ഇത് ഇങ്ങനെ കഴിച്ചതോ ഇതിന്റെ ടേസ്റ്റേ അറിയാൻ പറ്റിയില്ല. ഇതിങ്ങനെ അക്കം പോലെ ടേസ്റ്റ് അറിയില്ല. അപ്പൊ ഇതാ ഞങ്ങളെ മുമ്പില് 2 ആൾക്കാര് ഇത് കഴിക്കാൻ ഇങ്ങനെ കൊതിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ ചലഞ്ചിന് കഴിഞ്ഞിട്ട് വേണം ഓൽക്ക് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ ഓൽക്കത് കഴിയുമ്പോഴല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.